നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു മനുഷ്യർ 150 പേരുള്ള ഗ്രൂപ്പുകളായിട്ടാണ് പണ്ട് കാട്ടിൽ താമസിച്ചിരുന്നത് എന്ന്. പിന്നീട് മനുഷ്യർക്ക് അതിലും വലിയ സംഖ്യകളിൽ ഒത്തുചേരാനുള്ള കഴിവ് ലഭിച്ചു എന്ന്. എങ്ങനെയാണ് ആ കഴിവ് ലഭിച്ചത് നിങ്ങൾക്കറിയാവോ? അത് മനുഷ്യന് നുണക്കഥകൾ മെനഞ്ഞുണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായപ്പോഴാണ് വലിയ സംഖ്യകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയത്. മനുഷ്യൻ വലിയ സംഖ്യകളായി ചേർന്ന് പ്രവർത്തിച്ചത് എപ്പോഴും ഏതെങ്കിലും ഒരു നുണക്കഥയുടെ ബേസിലോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥകളുടെ ബേസിലോ ആണ്. നമുക്കതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒരിക്കലും മുൻപ് കണ്ട് പരിചയമില്ലാത്ത 2 കത്തോലിക്കർക്ക് ഒരുമിച്ച് ഒരു കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആശുപത്രിയുടെ പണിക്ക് വേണ്ടി സംഭാവന നൽകാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അത്? അവർ ഒരു കഥയിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് അവരുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഏറിയ ഒരു കഥ അവർ രണ്ടുപേരും പൊതുവായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് 2 വക്കീലന്മാരുടെ ഉദാഹരണം എടുക്കാം. അതായത് ഒരു പ്രതിക്ക് വേണ്ടി മുൻപൊരിക്കലും കണ്ട് പരിചയമില്ലാത്ത 2 വക്കീലന്മാർക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതെങ്ങനെയായിരിക്കും? അത് അവർ വിശ്വസിക്കുന്ന ഒരു നിയമ പുസ്തകത്തിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ബേസിലായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പൊതുവായിട്ട് കിട്ടാൻ പോകുന്ന ഫീസിൻ്റെ വിശ്വാസത്തിലായിരിക്കും. അങ്ങനെ ഒരു പരിചയമില്ലാത്ത 2 മനുഷ്യന് മറ്റൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ ഇതുപോലുള്ള ഒരുപാട് കെട്ടുകഥകളെ ആശ്രയിച്ചാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അതായത് എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഞായറാഴ്ചകളിൽ നടക്കുന്ന കുർബാനകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിട്ട് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഉണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുമെന്നും വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തമാകുന്നു എന്നും പുരോഹിതൻ പറയുന്നു. അപ്പോൾ ആ പ്രത്യേക രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലിയത് കൊണ്ട് അത് അങ്ങനെ ആയിത്തീരും എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ പള്ളികൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാം. ഈ പുരോഹിതന്മാർ ചിലപ്പോൾ മരിച്ച് മണ്ണടിഞ്ഞു പോകാം. എന്നാലും അവിടെ പുതിയൊരു പള്ളി വരികയും അല്ലെങ്കിൽ പുതിയൊരു പുരോഹിതൻ വരികയും ഈ കാര്യങ്ങൾ അവർ ആവർത്തിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു ഈ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറി എന്ന്. അത് പല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു, പല കാലഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ ഒരു വിശ്വാസം ഉണ്ടായി വന്നത് ഒരു കഥയുടെ ബേസിലാണ്. ആ കഥ എന്നും നിലനിൽക്കും. അത് പറയുന്ന മനുഷ്യർ നശിച്ചു പോയാലും ആ കഥ എന്നും അവിടെ നിലനിൽക്കും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അത് റിലയൻസ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. അംബാനി തുടങ്ങി വെച്ചൊരു കമ്പനിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. റിലയൻസിൻ്റെ സ്റ്റോറിൽ പോയാൽ നമുക്ക് അവിടുന്ന് അവരുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സ്പർശിക്കാൻ പറ്റും. റിലയൻസിൻ്റെ ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റും. റിലയൻസിൻ്റെ ഓഫീസുകൾ കാണാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റിലയൻസ് ശരിക്കും എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അംബാനിയുടെ കയ്യിലാണോ? അല്ല. അംബാനിയുടെ കയ്യിൽ റിലയൻസിൻ്റെ കുറച്ച് ഷെയർ ഉണ്ട് എന്നേ ഉള്ളൂ. അംബാനിയും റിലയൻസും രണ്ടും രണ്ടാണ്. റിലയൻസ് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ കുറേ ബിസിനസ് റൂൾസും കുറേ വക്കീലന്മാരെല്ലാവരും കൂടി ചേർന്ന് കുറേ പേപ്പറുകളിലും മുദ്രപത്രങ്ങളിലും എഴുതി ഉണ്ടാക്കിയൊരു കമ്പനിയാണത്. അത് അംബാനി മരിച്ചു പോയാലും ആ കമ്പനി അവിടെ നിലനിൽക്കും. അംബാനിയുടെ ഷെയർ കൈമാറി വരികയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വലിയ പ്രളയം വന്ന് ഇവിടുത്തെ എല്ലാ റിലയൻസ് സ്ഥാപനങ്ങളും ഇല്ലാണ്ടായി പോയാലും ആ ഒരു കമ്പനി അവിടെ നിലനിൽക്കും. അതിന് പിന്നീട് ലോൺ എടുത്ത് പുതിയ കമ്പനികൾ ഉണ്ടാക്കാനും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാനും കഴിയും. കാരണം ഇത് മനുഷ്യരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അത് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ കുറേ നിയമങ്ങളെ ബേസ് ചെയ്താണ്. അത് ഒരിക്കലും ഇല്ലാതായി പോവില്ല. ഇല്ലാതായി പോകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഭീമമായ നഷ്ടം വന്ന് അത് സ്വന്തം പാപ്പരായി മാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതില്ലാണ്ടായി വരികയുള്ളൂ. അല്ലാത്തത്രയും കാലം ആ റിലയൻസ് എന്ന കമ്പനി അവിടെ എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം, ഈ അടുത്ത് രത്തൻ ടാറ്റ മരിച്ചിട്ടും ടാറ്റ എന്നൊരു പ്രസ്ഥാനം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം ഈ കോർപ്പറേറ്റുകളെല്ലാം നിലനിൽക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് കഥകളുടെ അടിസ്ഥാനത്തിലാണ്. ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം നിലനിൽക്കുന്നത് ഇതുപോലുള്ള പല പല കഥകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ പണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയ ഓരോ കെട്ടുകഥകളുടെ പേരിലാണ് നിലനിൽക്കുന്നത്. അതായത് കഥകളാൽ നെയ്തുകൂട്ടി വലുതായൊരു ലോകത്താണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം അടുത്തൊരധ്യായത്തിൽ.